നമസ്കാരം. ഇത്തവണ തൃശൂർ എടുത്തിരിക്കുമെന്ന് ആവർത്തിച്ച് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തൃശൂർ എടുക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്. ജൂൺ 4 തൃശൂരിൽ ഉയർപ്പായിരിക്കും സംഭവിക്കുകയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇരിങ്ങാലക്കുടയിൽ NDA സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പരിപാടിയിലാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം. തൃശൂർ ലോക്സഭാ മണ്ഡലം നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ ഏൽപ്പിക്കുകയാണെങ്കിൽ തൃശൂർ എടുത്തിരിക്കും. എടുക്കാൻ തന്നെയാണ് ഇത്തവണ വന്നിരിക്കുന്നത്. പ്രാർത്ഥനയോടെ പറയുന്നു, എടുത്തിരിക്കും. ലീഡറും ഇന്ദിരാഗാന്ധിയും ഒന്നും കേരളത്തിന് നൽകിയ ഒരു കാര്യങ്ങളും ഞാൻ തള്ളി പറയുന്നില്ല. പക്ഷെ അതിനുശേഷം കുരിശിലേറ്റപ്പെട്ട തൃശൂർ 2024 ജൂൺ 4 ഉയർപ്പാണ് സംഭവിക്കാൻ പോകുന്നത്. ശ്രീലങ്കയിൽ സംഭവിച്ചതുപോലെ കേരളത്തിലും സംഭവിക്കുമെന്നും ക്യാപ്റ്റൻ ഇപ്പോൾ ശക്തനല്ലെന്നും കാലിനടിയിലെ മണ്ണൊലിച്ചു പോയിരിക്കുകയാണെന്നും സുരേഷ് ഗോപി പരിഹസിച്ചു. കേരളത്തിലും കൊടുങ്കാറ്റ് വീശിയടിക്കും, കപ്പൽ ആടി ഉലയുമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. അതിനിടെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നാരോപിച്ച് LDF നൽകിയ പരാതിയിൽ സുരേഷ് ഗോപിയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നേടി. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ വ്യാപകമായി മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നുവെന്നും മതസ്പർദ്ധ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്നും കാണിച്ച് LDF ആണ് പരാതി നൽകിയിരുന്നത്. നേരത്തെ കളക്ടർക്ക് നൽകിയ പരാതിയിലും അന്വേഷണം നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് പരാതി നൽകാവുന്ന C-വിജിൽ ആപ്പ് വഴി മാർച്ച് 27 ഉച്ചയ്ക്ക് 2 വരെ ലഭിച്ചത് 1914 പരാതികളാണ്. ഇതിൽ 1906 പരാതികളും പരിഹരിച്ചു. പൊതു ഇടങ്ങളിൽ പോസ്റ്ററുകൾ, ബാനറുകൾ തുടങ്ങിയവ പ്രദർശിപ്പിച്ച് പ്രചരണം നടത്തിയത് സംബന്ധിച്ചാണ് കൂടുതലും പരാതികൾ ലഭിച്ചിട്ടുള്ളത്. ശരാശരി 43 മിനിറ്റിൽ തന്നെ പരാതികളിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കളക്ടറേറ്റിലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കോൺഫറൻസ് റൂമിനോട് ചേർന്നാണ് C-വിജിൽ ആപ്പ് നിരീക്ഷണത്തിന് 24 മണിക്കൂറും കൺട്രോൾ റൂമും പ്രവർത്തിക്കുന്നത്. പെരുമാറ്റച്ചട്ട ലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ C-വിജിൽ ആപ്ലിക്കേഷൻ മുഖേന ഫോട്ടോ ഓർ വീഡിയോ എടുത്ത് 5 മിനിറ്റിനകം അപ്ലോഡ് ചെയ്ത് പരാതി നൽകാവുന്നതാണ്. 100 മിനിറ്റിനുള്ളിൽ നടപടിയെടുക്കും. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.